ആലപ്പുഴ ലഹരിവേട്ടയിൽ തസ്ലീമയ്ക്ക് പിടിവീണപ്പോൾ അഴിഞ്ഞു വീഴുന്നത് മലയാള സിനിമയിലെ മുഖംമൂടികൾ. വർഷങ്ങളായി സിനിമയിൽ സജീവമാണ് തസ്ലീമ. 8 ഭാഷകളിൽ പ്രാവീണ്യമുള്ള തസ്ലീമയുടെ ജോലി തിരക്കഥ വിവർത്തനമാണ്. 2 കോടിയിലേറെ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴയിൽ പിടിയിലായ കണ്ണൂർ സ്വദേശിനി തസ്ലീമ സുൽത്താനയുടെ ഫോണിൽ ചലച്ചിത്ര താരങ്ങളുടെ ഫോൺ നമ്പറുകൾ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുമായി പരിചയമുണ്ടെന്നും ഇതിൽ 3 പേർക്ക് ഹൈബ്രിഡ് കഞ്ചാവ് നൽകുന്നുണ്ടെന്നുമാണ് തസ്ലീമ പോലീസിനോട് പറഞ്ഞത്. യുവതിയുമായുള്ള താരങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അന്വേഷണം ശക്തമാണ്. ആവശ്യമെങ്കിൽ സിനിമാ താരങ്ങളെ നോട്ടീസ് അയച്ചു വിളിപ്പിക്കുമെന്നും എക്സൈസ് അറിയിച്ചു. കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് എക്സൈസ് നീക്കം. പ്രതികൾ കാർ വാടകയ്ക്കെടുത്തായിരുന്നു ലഹരി വിതരണം നടത്തിയിരുന്നത്. കാർ വാടകയ്ക്കെടുത്തായിരുന്നു ആവശ്യക്കാർക്ക് പ്രതികൾ ലഹരി എത്തിച്ചു കൊടുത്തിരുന്നത്. പ്രതികൾക്ക് കാർ വാടകയ്ക്ക് നൽകിയ ഏജൻസിയിൽ നിന്ന് എക്സൈസ് വിവരങ്ങൾ തേടും. കൂടാതെ വാഹനത്തിന്റെ GPS വിവരങ്ങളും എക്സൈസ് തേടും. അതേസമയം പ്രതികൾ ഇടപാട് നടത്തിയത് വാട്സപ്പ്, ഇൻസ്റ്റ അക്കൗണ്ടുകൾ വഴിയാണെന്നും എക്സൈസ് കണ്ടെത്തി. എന്നാൽ വാട്സപ്പ് ചാറ്റുകൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. ചാറ്റുകൾ വീണ്ടെടുക്കാൻ പ്രതികളുടെ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. പ്രതികളും 2 സിനിമാ താരങ്ങളും തമ്മിലുള്ള ബന്ധം അന്വേഷണ പരിധിയിലാണ്. ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയുമാണ് ആ 2 താരങ്ങൾ എന്നാണ് പുറത്തുവരുന്ന വിവരം. ആവശ്യമെങ്കിൽ ഇവരെ നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് എക്സൈസ് നീക്കം. ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസ് പിടിയിലായ തസ്ലീമയുടെ മൊഴി പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ നിർണായക നീക്കം. ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും നിരോധിത ലഹരി നൽകാറുണ്ടെന്നാണ് തസ്ലീമ മൊഴി നൽകിയത്. സിനിമാ മേഖലയിലെ പ്രമുഖരുടെ പേരുകൾ തസ്ലീമ പറഞ്ഞെന്ന് എക്സൈസ് അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ നീക്കങ്ങൾക്ക് എക്സൈസ് ഒരുങ്ങുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴയിൽ യുവതി ഉൾപ്പെട്ട 2 പേർ എക്സൈസ് പിടിയിലാവുന്നത്. സിനിമാ മേഖലയും ടൂറിസം മേഖലയും ലക്ഷ്യം വെച്ചെത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. 3 കിലോ കഞ്ചാവും പ്രതികളിൽ നിന്ന് പിടികൂടി. അതേസമയം കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. ചെന്നൈ സ്വദേശി ക്രിസ്റ്റീന എന്ന് വിളിക്കുന്ന തസ്ലീമ സുൽത്താൻ, മണ്ണാഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസ് പറയുന്നു. കഞ്ചാവ് എത്തിക്കുന്ന റാക്കറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. വിദേശത്തു നിന്നെത്തിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് എറണാകുളത്താണ് സാധാരണ വിതരണം ചെയ്യാറ്. എക്സൈസ് പ്രതികളെ ആലപ്പുഴയിൽ എത്തിച്ചത് കെണിയൊരുക്കി പിടികൂടാനായിരുന്നു. ഫിറോസ് 3 വർഷമായി ലഹരി കച്ചവടം നടത്തുന്നുണ്ട്. ഡ്രൈവറായി മാത്രമല്ല, ഓൺലൈൻ ഇടപാട് നടത്തി ഉറപ്പിക്കുന്നവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകാനും വേണ്ടിയാണ് ഫിറോസിനെ തസ്ലീമ ഒപ്പം കൂട്ടിയത്. പ്രമുഖരുമായി മാത്രമാണ് ഇടപാട് നടത്തുക. ഇത് ഫിറോസ് ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇരുവരുടെയും മൊബൈൽ ഫോണുകളും സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് വിനോദ് കുമാർ വ്യക്തമാക്കി. പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും. സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടിയും എടുത്തിട്ടുണ്ട്. കണ്ണൂർ സ്വദേശിയായ തസ്ലീമ തമിഴ് സിനിമയിൽ എക്സ്ട്രാ നടിയായും സ്ക്രിപ്റ്റ് പരിഭാഷകയുമായി പ്രവർത്തിച്ചിരുന്നു. ഈ ബന്ധം ഉപയോഗിച്ചാണ് മലയാള സിനിമക്കാരുമായി അടുത്തത്. ഇതോടെ കൊച്ചിയിലേക്ക് ചുവട് മാറ്റി. 3 മലയാളം സിനിമകളിലും മുഖം കാണിച്ചു. തൃക്കാക്കര കേന്ദ്രീകരിച്ച് മസാജ് പാർലർ നടത്തി. പോക്സോ കേസിൽ പ്രതിയായതോടെ വീണ്ടും തമിഴ്നാട്ടിലേക്ക് കളം മാറ്റി. എന്നാൽ മംഗലാപുരം, കോഴിക്കോട്, കൊച്ചി നഗരങ്ങളിൽ ലഹരി ഇടപാട് തുടർന്നു. ആലപ്പുഴയിൽ പിടികൂടിയ കഞ്ചാവ് 30 ലക്ഷം രൂപയ്ക്ക് കോഴിക്കോട് സ്വദേശിയാണ് ഇവർക്ക് കൈമാറിയത്.